വെൽക്കം ടു ഊട്ടി നെക്സ്റ്റ് മീറ്റ്. ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലേ നമ്മുടെ സ്വാഗതത്തിന്റെ ഒരു രീതി സ്വാന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഇന്ന് നട്ടപ്പതിര എത്ര മണിയായി? 8 മണി 8:30 ഒക്കെ ആയിട്ടുണ്ടാവും ഏകദേശം. അപ്പൊ നമ്മള് കപ്പ പൂള ഇപ്പൊ കപ്പ എന്ന് പറഞ്ഞ എല്ലാ വീഡിയോയിലും കപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല അപ്പോൾ അതും മീൻ കറിയാണ്. നല്ല ഫ്രഷ് മീൻ ആണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തന്ന് അതാണ്. പക്ഷെ എത്ര വർഷമായിട്ടുണ്ടെന്നൊന്നും പഴക്കണമെന്നൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും നമ്മൾ ഇത് വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞാക്കി വെച്ച് ഞാൻ ഇത് നന്നായിട്ട് കേകിയിട്ട് ഒരു റൈസ് കുക്കറിൽ ഇറക്കി വെക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. ഞാൻ അതിന് കുറച്ച് വെള്ളം അവിടെ ഗ്യാസിൽ മുന്നേ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടട്ടെ. എല്ലാ പ്രാവശ്യം ഞാൻ കമൻറ്റ് ഇടുക പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടോന്നോ മമ്മി എന്തോ ആക്കി വെച്ചതാണ്. ചേമ്പിന്റെ തള്ളല്ലേ അവിടെ അത് അരിഞ്ഞു വെച്ചിരിക്കുന്നു. അത് ഞാൻ കാണിച്ചു തരുന്നില്ല. അമ്മാതിരി തള്ളയാണ്. നല്ല പ്രായം ഉണ്ടാത്ത ചേമ്പിന്റെ തള്ളക്ക് അതാണ്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. വരി വേഗം മീനൊന്നും നല്ല മീൻ കിട്ടല്ല ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടാട്ടോ. ബംഗാളികളെ മീൻ വാങ്ങിക്കണം. ബംഗുമീൻ മറ്റേ വാള കറി രസമൊക്കെ തന്നെ. എനിക്കിഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്, മമ്മിക്കും ഇഷ്ടം, അമ്മക്കും ഇഷ്ടമാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണല്ലോ. ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് കിട്ടല് കുറവാ. ഇഷ്ടമല്ലാന്ന് പറയുകയും നമുക്ക് കാണുന്ന പാത്രത്തിൽ നോക്കുമ്പോ ഞങ്ങളെക്കാളും പാത്രത്തിൽ കിട്ടും. ഇത് നല്ല അടിപൊളിയായിട്ട് മോള് കിട്ടാം. കപ്പ പൊയ്യത് സൂപ്പർ. അതെ, എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ പണികൾ എന്ത് ചെയ്യുമ്പോഴും ഒന്നില്ലെങ്കിൽ പാട്ട് പാടും, പാട്ട് വെക്കും. അതല്ല പാട്ട് വെക്കാൻ നല്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സാധാരണ വീട്ടിൽ ജോലികളൊക്കെ തീർക്കാറ്. നിങ്ങളെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഞാനിങ്ങനെയാണ്. എനിക്ക് ചില ടൈമിൽ ഇങ്ങനെ ടെൻഷനുകളൊക്കെ വരുമ്പോൾ പാട്ടിലിങ്ങനെ വെക്കണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പാട്ട് പാടും. നിങ്ങൾക്കും അങ്ങനെ ചെയ്താൽ മതി. നല്ലൊരു ഐഡിയ ആണ് കേട്ടോ അതൊക്കെ. എൻ്റെ മാതിരി നല്ല ഐഡിയപരമായി നീങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം കഴിക്കണം. അതെല്ലാം പറഞ്ഞത് ആ വെള്ളേ അല്ലെ സിങ്ക് നിറയും. നമ്മളിതത്ര കഴിഞ്ഞതാ മീൻ. ഇതാ കഴുകിയ മീനാണ് കേട്ടോ. നല്ല മീൻകറിയായി ഇതാ കണ്ടോ കിടക്കുന്നു. അപ്പൊ നമ്മളിതാ നല്ല അടിപൊളി മീൻകറിയും കപ്പ കപ്പയും മീൻകറിയും. ചാപ്പല കറി വീട്ടിൽ എങ്ങനെ ഉണ്ട് നോക്കി. നല്ല ഒന്നാന്തര ചൂട്. ആണോ? കറി സൂപ്പറായോ? ഞാനൊന്ന് കഴിക്കട്ടെ കേട്ടോ. ഉണ്ടോ മീൻ്റെ രസം കൊണ്ടേ ഭയങ്കര തീറ്റ. എന്താ ചോറ് കപ്പ വേണ്ട? എന്താണ് ബിരിയാണിന്റെ മുന്നിലും അങ്ങനെ ചലഞ്ച് എടുത്തിട്ടുണ്ട്. ഒരു ബിരിയാണി ഒരു മന്തിന്റെ മുന്നിലും എന്നെ പോലെ ഉറച്ചു നിൽക്കണം. ഞാനിവിടെ എന്താണോ രാത്രി ഡേറ്റ് ചെയ്യാത്തത്, ഞാൻ സലാഡൊന്നും ഉണ്ടാക്കാത്തത്. ഉറുന്നങ്ങൾക്ക് തന്നെ പകുതി മുക്കാലൊന്നും പാടില്ല. നടക്കൂലല്ലേ? പിന്നെ ഞങ്ങൾക്ക് നിങ്ങളൊറ്റക്കാന്നല്ല. നിങ്ങൾക്ക് ചോറില്ലേ? ചോറും കറിയും അല്ലാതെ നിങ്ങൾക്ക് ചോറ് വേണ്ടിയിട്ടല്ല. മോണ് പറയുന്നോടത്തൊരു കാര്യം വേണ്ട. പിന്നെ പരവതാനിയിൽ ഇരിക്കോളൂ.
മേശയും കസാര ഒന്നും വേണ്ട, ഒന്നും വേണ്ട. കണ്ടോ, ഇവിടെ ഇരുന്ന കാലും നീട്ടിയിരുന്ന് അങ്ങനെ തിന്നു. ഓ, അതിന് വാലും ഉണ്ട്. ഇത് തലയും ഇത് വാലും. എങ്ങനെയുണ്ട് കപ്പമ്മ? രസല്ലേ? മീനോ? നമ്മളെ ഫേവറേറ്റ് മീനാ, മുള്ളുത്തണ്ട. യാ, നമുക്ക് വേണ്ട. അങ്ങനെ ഞമ്മളും കുട്ടികൾക്ക് ഓരോ കഷ്ണം ഇട്ട് കൊടുത്താണ്ട് തിന്നാനുള്ള പരിപാടിയാണ്. ഞാൻ തിന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ തിന്നാ മതി നിങ്ങളൊക്കെ. കാണാനുണ്ടല്ലോ. എന്താ കാണാൻ? ഡുണ്ടുമണി. ഞാനോ? ഭൂതം വരുന്നുണ്ട്. കഴിക്കാ കഴിച്ചോ. സംഭവം രസമായിക്കണേ. മീൻകറി രസമുണ്ട്. ഞാനല്ലേ രസമില്ലാതെ പോവും. നമ്മളെ കൈപ്പുണ്യം എന്ന് പറഞ്ഞ ഒരു 1.5 പുണ്യാണ്. പുണ്യം കണ്ടോ, നിങ്ങൾക്ക് വേണോ? കുഞ്ഞാണി കേൾക്കണ്ട. പരിപ്പും പായസം എന്ന് പറഞ്ഞാണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതാ. രതീശ അടിപൊളിയല്ലേ? സത്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല. അടിപൊളി. നോക്ക് ഇതിന്റെ ഒരു രസം. കറി രസമുണ്ട്. അതെ, സത്യം പറഞ്ഞാലേ വെളിച്ചെണ്ണ ഉണ്ടായില്ല. സത്യം ഞങ്ങൾ കഴിഞ്ഞിട്ട് തിന്ന് കഴിഞ്ഞിട്ട് പറയാൻ വിചാരിച്ചു. ഓയിലുണ്ടാക്കിയോ? ഓയിലുണ്ടാക്കി. പിന്നെ ഇപ്പൊ കടയിലൊക്കെ പോയി വരുമ്പോഴത്തേക്കും നേരെ വൈകും. അതുകൊണ്ടാണ്. അപ്പൊ എല്ലാരും രാത്രി ഇങ്ങനെയൊക്കെ കഴിക്കുക കേട്ടോ. ജീവൻ കൊടുന്നോണ്ടാകും ചിലപ്പോ. അങ്ങനെ പറയരുത്. അപ്പൊ ബായ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.